ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ കുറേ ഗാർഡൻ വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ. ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പുറത്ത് സർവൈവ് ചെയ്യുന്നതല്ല, എല്ലാം ഇൻഡോറാണ്. ഇപ്പം നമുക്ക് വീണ്ടും ഇൻഡോറിൽ നിന്നും ഔട്ട്ഡോറിലേക്ക് ഇറങ്ങാം. നമ്മളൊരു പാർക്കിൻ്റെ മറ്റൊരു സെക്ഷനിലെത്തിയിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ പോയി നമ്മൾ വേറൊരു സൈഡിലെത്തി. ഈ മരം കണ്ടോ, അതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് എങ്ങോട്ടാ പോണേ? തിരിച്ചങ്ങോട്ടും അല്ലേ? അല്ല അല്ല, ആദ്യമായിട്ടാണ് വന്നു. 3-4 ഗ്രീൻ ഹൗസ് ഉണ്ട്. എല്ലാ ഗ്രീൻ ഹൗസിലും ഒരെണ്ണത്തിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി മാത്രമാണ്. പക്ഷേ അതിനകത്തത് എവിടെയൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അതൊന്ന് ഓപ്പൺ ആകാറുണ്ട്. നാട്ടിലത്തെ കംപ്ലീറ്റ് ചെമ്പരത്തിയും അതിനകത്തുണ്ട്. ഇങ്ങനെ നമ്മൾ മുമ്പേ കാണിച്ച ഒരു മരത്തിൻ്റെ മറ്റൊരു വെറൈറ്റി മരമാണത് കേട്ടോ. ചെടികളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെയുണ്ട്. ബാക്കി പോകുന്നുണ്ട് അല്ലേ? ഇപ്പം നമ്മളെവിടെയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. Rhododendron Park. Did you see it? You're not interested? No, we went through there. Yeah. We went through that way. She want to take some videos. I'm a YouTuber. It looks so good, yeah. It's so beautiful. It's a different The flowers comes in different months. different months. You have to be here all the time. Right. No, we're here like 2 times. This is the 3rd time. Yes, you have to. We're gonna Now come the back here. peonies, you saw the peonies. I didn't see that. Which was that? Just take the trail. That- And it'll lead you to the. You veer off to the right. It's like eye candy. That way. You go Oh, that's a water that fountain. way. You go that way, and then you'll see you can make a right turn, and it's like 4 or 5 different big fields of peonies. Let's go. Do you know what peonies are? They're the big fluffy flowers. Fluffy flowers. Let's go. Beautiful. Thank you. Yeah, and then you can go to the pool house. Oh, we went to the pool. You're at the pool house. Yeah. Oh, Thank you, ma'am. Doing good. Thank you. പീനീസ് ഫ്ലവർ, നമ്മളത് കേട്ടിട്ടില്ല. അത് എന്ത് ഫ്ലവറാണ്? ഞങ്ങൾ രണ്ടുപേരും ഷോക്കായി. പുള്ളിക്കാരി പറഞ്ഞ ഫ്ലവർ എന്താണെന്ന്. പീനി ഫ്ലവർ നല്ല ഫ്ലഫി ഫ്ലവർ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിനകത്ത് നേരെ അങ്ങേ സെക്ഷനിൽ പോയാൽ കാണാം എന്നും പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ അതും കൂടെ നോക്കാം. നല്ല പ്രായമുള്ള ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചും കണ്ടോ, ഇതുപോലെ പ്രായമായിട്ട് ഇതുപോലെ ഇതെല്ലാം കണ്ടും കേട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകണം. ഇതാണ് അമേരിക്കൻ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലായിടത്തും ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കൊണ്ട് റോട്ട് വിടാൻ പോകണം. ഇവിടെ ഇരുന്ന് പൂക്കളുടെ പടം നമുക്ക് വരയ്ക്കാൻ പറ്റുമേ. അതാണ് ആ പുള്ളിക്കാരി അവിടെ നിന്നിട്ട് ഒരു പൂവിൻ്റെ ഡിസൈനിങ് നോക്കും. അത് അവിടെ നിന്നിട്ട് വരയ്ക്കാനാണ് പടങ്ങൾ വരയ്ക്കണം. അതാണ് ഇതിൻ്റെ പല വേർഷനിലുള്ള സാധനങ്ങളാണ്. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ബ്യൂട്ടിഫുൾ. ഞാൻ മുമ്പേ പറഞ്ഞു അതിൻ്റെയൊക്കെ വെറൈറ്റി കളേഴ്സാണ്. ഇതിൻ്റെ ഓറഞ്ച്, മഞ്ഞ, എല്ലാ കളേഴ്സും. ഈ പടം വരയ്ക്കാനായിട്ടുള്ള ആൾക്കാരില്ലേ, അവരിതിനകത്ത് വന്നിട്ട് ഈ പടങ്ങൾ വരയ്ക്കും. അവിടെ കുത്തി, അതിൻ്റെ ചുവട്ടിൽ കുത്തി ഇരുന്നിട്ടാണ് അവർ ഈ പടം വരയ്ക്കണേ. അപ്പം ലാസ്റ്റ് 1-1.5 മണിക്കൂറൊക്കെ എടുക്കും അവരത് വരച്ചെടുക്കാനായിട്ട്. ചിത്രകാരന്മാരെങ്ങനെയാണ് അവർ ചെടികൾ നോക്കി, ഫ്ലവർ നോക്കിയിട്ടൊക്കെയാണ് ഇത് വരയ്ക്കണത്. ചിലപ്പോൾ അവർ എക്സിബിഷൻ അയച്ചു കൊടുക്കും. ഇവർക്കൊക്കെ നല്ല പ്രൈസൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു ഗാർഡന് ഇതിനൊരു ഹിസ്റ്ററി തന്നെയുണ്ട്. ഇവിടെ ഒരു ലേഡി
അവിടെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സാധനമാണ് അതൊക്കെ. ഈ സെക്ഷനിലൊക്കെ നല്ല ഫ്ലവേഴ്സും, അത് നമുക്ക് വെറൈറ്റി ഫ്ലവേഴ്സാണ് കേട്ടോ. ആർക്കും എങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഫ്ലവേഴ്സുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നോക്കിയേ, കുഞ്ഞു ചെടികൾ നോക്കിയിട്ടുണ്ടോ, ഫ്ലവേഴ്സ് ഉണ്ടോ, കുഞ്ഞു ഫ്ലവേഴ്സാണെങ്കിലും ഈ ഒരു ഏരിയ മുഴുവനും അതാണ് ഉണ്ടോ കിട്ടിയായിരിക്കണേ. മറ്റേ സൈഡിലെല്ലാം